അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. അന്ന് പെട്ടെന്ന് രംഗം മൗനത്തിലേക്ക് പോയി. എല്ലാവരുടെയും ഉള്ളിൽ വലിയ വാശിയുണ്ടായിരുന്നു. പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും അടക്കിപ്പിടിച്ച ചർച്ചകളായിരുന്നു, ഗൂഢാലോചനകൾ. ആരൊക്കെ ആരുടെയെല്ലാം അവകാശവാദത്തിൻ്റെ ഒപ്പം നിൽക്കും എന്ന അന്വേഷണവും അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലുകളും. 2-3 ദിവസങ്ങൾ പിന്നിട്ടതോടുകൂടെ പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വരികയും ചെയ്തതോടെ വിഷയം തീർത്തും വലുതായി. 4-5 ദിവസം പണി തടസ്സപ്പെട്ടു എന്നും അതിലൂടെ ശക്തമായ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ പ്രത്യാക്രമണ ചിന്തകൾ വളർന്നു വന്നു എന്നും ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അവസാനം 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം മക്ക വളരെ ഭീതിയോടുകൂടെ ഒരു രംഗത്തിന് സാക്ഷ്യം വഹിച്ചു. മറ്റൊന്നുമല്ല, ബനു അബ്ദുദ്ദാർ കുടുംബം ചോര നിറച്ച ഒരു തളികയുമായി കഅബാലയത്തിൻ്റെ തളത്തിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അവർ പരസ്യമായി അതിൽ കൈമുക്കി പ്രതിജ്ഞയെടുത്തു. ഹജറുൽ അസ്വദിനെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ അത് ലഭിക്കുന്നത് വരെ ഞങ്ങൾ പടപൊരുതും എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്നത്തെ സംസ്കാരത്തിൽ ഏറ്റവും ഭീഷണമായ ഒരു രംഗമായിരുന്നു അത്. അങ്ങനെ ചെയ്താൽ യുദ്ധം ഉറപ്പായി എന്നായിരുന്നു അവരുടെ അർത്ഥം. അത് കണ്ടതും അവരുടെ സഖ്യകക്ഷികളായ ബനു ഉദൈ കുടുംബം മുന്നോട്ട് വന്നു. അവർ അവരുടെ കൈ പിടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മാത്രമല്ല, അവരും ചോരയിൽ കൈമുക്കി പ്രതിജ്ഞയെടുത്തു. ഒരു വിവാദമുണ്ടാകുമ്പോൾ വിവാദത്തിൻ്റെ എരിയും പുളിയുമായി അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കാനാണ് പലരും താല്പര്യം കാണിക്കുക. പക്ഷേ ഏത് നാട്ടിലുമുണ്ടാകും മാന്യന്മാർ, പ്രതാപശാലികൾ. അവർ ശരിയായ അഭിപ്രായത്തെ പ്രതിനിധാനം ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ഒരാൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വക്കാന അസന്നഹും, അവരുടെ കൂട്ടത്തിലെ ഏതാണ്ട് പ്രായാധിക്യം ചെന്ന ആളും അദ്ദേഹമായിരുന്നു. നല്ല കാഴ്ചപ്പാട് എപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേര് അബു ഉമയ്യ ബിൻ അൽ മുഗീറ അൽ മഖ്സൂമി എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ തീർപ്പ് കൽപ്പിക്കാനോ മാധ്യസ്ഥത വഹിക്കാനോ ഒന്നും ഞാൻ ഒരുങ്ങുന്നില്ല. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. നമ്മുടെ കൂട്ടത്തിലോ നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചവരിലോ ആരും ഈ വിഷയത്തിൽ മാധ്യസ്ഥത വഹിച്ചാൽ അത് ശരിയാവില്ല, അതിന് സർവാംഗീകാരമുണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നോക്കൂ, ആ കാണുന്ന വാതിൽ, ആ വാതിൽ ബാബു ബനി ഷൈബ എന്ന വാതിലായിരുന്നു. ബനു ഷൈബ എന്ന ഈ വാതിലിന് ഈ അടുത്താണ് ഈ പേര് വന്നത്. അതിൻ്റെ മുമ്പ് അതിന് ബനു അബ്ദുഷംസ് എന്നായിരുന്നു ആ പേര്. ആ വാതിലിൻ്റെ പേര് പിന്നെയും മാറി ഇസ്ലാം വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ പേര് ബാബുസലാം എന്നായി. ഏതായിരുന്നാലും ആ കാണുന്ന ബാബു ബനി ഷൈബയിലൂടെ ഇനി ആരാണോ കടന്നു വരുന്നത് അയാൾ തികച്ചും യാദൃശ്ചികമായി വരികയായിരിക്കും. നമ്മൾ ആരും പറഞ്ഞുറപ്പിച്ച് വെച്ചിട്ടുള്ള ഒരാളല്ല വരിക. യാദൃച്ഛികമായി കടന്നു വരുന്ന ആൾ ആരാണെങ്കിലും അയാൾ പറയുന്ന തീരുമാനം നമ്മളെല്ലാവരും അംഗീകരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മദ്യം പറയാനുള്ള അവസരം കൊടുക്കാതെ ആ അവസരം തികഞ്ഞ യാദൃശ്ചികതയ്ക്ക് നൽകി എന്നതുകൊണ്ട് എല്ലാവരും സമ്മതിച്ചു. എല്ലാ കണ്ണുകളും ബാബു ബനി ഷൈബയിലേക്ക് നീണ്ടു. അപ്പോഴാണ് അതിലെ ഒരാൾ കടന്നു വന്നത്. ഏതാനും ദിവസങ്ങളായല്ലോ പണി തടസ്സപ്പെട്ടിട്ട്.
തീരുമാനം വല്ലതുമായോ, എവിടെ എത്തി സംഭവങ്ങളുടെ പുരോഗതി എന്നെല്ലാം അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് കയറി നോക്കിയതായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശിരസ് ബാബു ബനി ഷൈബയിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടെ ജനങ്ങൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ഹാദ അൽ അമീൻ, ഹാദ അൽ അമീൻ. ഇതാ അത് സത്യസന്ധനാണ്, സത്യസന്ധൻ. അദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും നമ്മൾ കേൾക്കും, നമ്മൾ അനുസരിക്കും. ആ കടന്നു വന്നത് മാനുഷികത്തിൻ്റെ മഹാചാര്യൻ മഹാനായ അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.